മോളെ, നീ എന്നെ അങ്ങോട്ട് ചെല്ല്. ശരി അമ്മേ. ഡി, നീ എങ്ങോട്ടാ പോന്നേ? അല്ല, ഞാൻ മുറിയിലേക്ക്. ഏത് മുറി? ഇനി മുതൽ നിന്റെ മുറി ഇതാ അവിടെയാ. അമ്മേ, ഞാൻ ഇനി നീ അവരുടെ ഇടയ്ക്ക് പോവരുത്. എന്റെ സ്വപ്നം ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ളതാ. അത് നീ നശിപ്പിക്കരുത്. എങ്ങാനും നിന്നെ അവരുടെ ഇടയ്ക്ക് കണ്ടാ പിന്നെ എന്നെ അറിയാലോ നിനക്ക്. ചെല്ല്. ആമേ, നീയോ? നിരഞ്ജ. വിദ്യേ, താൻ ഇവിടെ കിടന്നോ, ഞാനിപ്പോ വരാം. നിരഞ്ജ, അത് ആമേ, ഇവളിത് എവിടെ പോയി? മോനെ, നീ എന്താ ഇവിടെ? അമ്മേ, ഭാമ എന്തേ? ഡാ, നീ കെട്ടിക്കൊണ്ട് വന്ന പെങ്കോച്ചാ നിന്റെ മുറിയിലിരിക്കുന്നേ. അതിനെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ നീ വന്നേ? നീ മുറിയിലോട്ട് ചെല്ലിച്ചു നിരഞ്ജ. അല്ല അമ്മേ, ഭാമ. അവള് നേരത്തെ കിടന്നു. നീ ഇപ്പൊ മുറിയിലേക്ക് പോ. ചെല്ല്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. ഒന്നും നീ പറയണ്ട, ചെന്നേ. അമ്മേ. അല്ല പിന്നെ അവന്റെ ഒരു ഭാമ. വിദ്യ, അത് തനിക്കറിയാലോ എങ്ങനെ ഈ കല്യാണം നടന്നതെന്ന്. അമ്മയെല്ലാം തന്നോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പം താൻ എല്ലാം അറിഞ്ഞിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചേ? അതെ. തനിക്കിതൊക്കെ എളുപ്പമായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. താൻ ഇവിടെ കിടന്നോ, ഞാൻ അവിടേക്ക് മാറിക്കിടന്നോളാം. എന്തായാലും നിരഞ്ജൻ കുറച്ച് ടൈം കൊടുക്കുന്നത് നല്ലതാ. ഇത്രയും സഹിച്ചതല്ലേ പാവം. ഭാമേ, നിന്നെ മനസ്സിൽ വെച്ച് വേറൊരു പെണ്ണിന്റെ കൂടെ ഇല്ല, ഇതൊരിക്കലും നടക്കില്ല. എന്നെ കൊണ്ട് ഇതിന് പറ്റത്തില്ല. ഏട്ടാ, അങ്ങനെ ഇന്നു മുതൽ നിങ്ങളെ മറ്റൊരാളുടെ സ്വന്തമായി കഴിഞ്ഞു. ഇനി നമുക്ക് പണ്ടത്തെ പോലെ ആവാൻ പറ്റുമോ? ഞാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ ഭഗവാനെ? അമ്മേ, ഞാൻ ഓഫീസിലേക്ക് പോവാ. അയ്യോ, ഏട്ടൻ പേഴ്സ് എടുത്തില്ല. നീ എങ്ങോട്ട് പോവാ? അല്ല അമ്മ, ഏട്ടൻ പേഴ്സ് എടുക്കാൻ വിട്ടുപോയി. അതിന് നീ എന്തിനാ പോകുന്നേ? ആ പേഴ്സ് ഇങ്ങിതാ. നീ അകത്തേക്ക് പോ. മോളെ വിദ്യേ. അമ്മേ. ദേ, അവൻ പേഴ്സ് എടുക്കാൻ വിട്ടുപോയി. നീ ഒന്ന് കൊടുത്തേ. ശരി അമ്മേ. എന്താടി നോക്കുന്നേ? പോയി ജോലി ചെയ്യ്. മോളെ, നീ അതൊക്കെ അവിടെ ഇട്ടേക്ക്. അല്ല അമ്മേ, അത് ഞാനത് വാഷിംഗ് മെഷീൻ ഇട്ടോളാം. മോൾ അകത്തോട്ട് പോയിക്കോ, ചെല്ല്. ശരി അമ്മേ. ബാമേ. അമ്മേ. ഇന്നാ ഈ തുണി മൊത്തം കഴുകിയിട്. പിടി. ബാമേ. ഓഹ്, കഴിക്കാനൊന്നും വെച്ചില്ലേ ഇവള്? ഇത് എന്താ കറി? ഓ, സാമ്പാറാണോ? അമ്മേ, എന്തേലും സഹായിക്കണോ? വേണ്ട മോളെ, ദേ ഇത് നോക്കി, അമ്മ ഉണ്ടാക്കിയതാ. അയ്യോ, അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ മേലായിരുന്നോ? ഞാൻ സഹായിക്കില്ലേ? അത് സാരമില്ല മോളെ, നേരത്തെയും ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരുന്നേ. ഇനി തൊട്ടെന്നാ വേണ്ട. അമ്മ ഇനി ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. വാ, ഞാനും ഫുഡ് എടുക്കാം. മോള് വന്നതോടുകൂടി ഈ വീടിന് ഒരു ഐശ്വര്യമായി. എന്താടി നോക്കുന്നേ? ദേ, പിന്നെ അങ്ങോട്ട് വന്നിരുന്ന് തിന്നാൻ നോക്കണ്ട. ഇവിടെ വല്ല മൂലയിലിരുന്ന് നീയൊക്കെ കഴിച്ചാ മതി. അല്ല അമ്മേ, അവൾ എപ്പോഴേ കഴിച്ചു മോളെ. അവള് നമ്മളെ ഒന്നും നോക്കിയില്ല. ആരെയും കഴിച്ചു എന്ന് ചോദിക്കുക പോലും ഇല്ല മോളെ. അവളുടെ അടുത്തൊന്നും പോയി ഇരിക്കണ്ട, സംസാരിക്കാനേ പോവല്. ചിലപ്പം വല്ലതും കള്ളത്തരം പറഞ്ഞ് മോളെ ഇവിടുന്ന് ഇറക്കാൻ ശ്രമിക്കും. മോൾ അതൊന്നും നോക്കണ്ട. ശരി അമ്മേ. മോള് കഴിക്ക്. ഏട്ടൻ വന്നു തോന്നുന്നു. എങ്ങോട്ടാ? അതമ്മേ, ഞാൻ ദേ, നിന്നോട് ഞാൻ പറഞ്ഞു അവരുടെ അടുത്തേക്ക് പോകരുതെന്ന്. ഇനി നിന്നെ എങ്ങാനും അവന്റെ അടുത്ത് പോകുന്ന കണ്ടാ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയാ. വിദ്യമോളെ. എന്താ അമ്മേ? ദേ, മോൻ വന്നു തോന്നുന്നു. നീ അങ്ങോട്ട് ചെല്ല്. ശരി അമ്മേ. നിരഞ്ജ. ഭാമ എന്തേ? അതെനിക്കറിയില്ല മോനെ. അമ്മേ, ഭാമ എവിടെ? അവള് റൂമിൽ വല്ലതും കാണും. നീ പോയി കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ചായ എടുക്കാം. ശരി. മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട. മയക്കി വെച്ചേക്കോ എന്റെ കുഞ്ഞിനെ അവള്. മോള് വേണം ഇനി ഇതൊക്കെ മാറ്റാൻ. അതെങ്ങനെ മാറ്റാനാ അമ്മേ? ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേ നിരഞ്ജൻ മാറിപ്പോവാ. അതെല്ലാം അവളുടെ കളിയായിരിക്കും മോളെ. എന്തായാലും മോള് വിഷമിക്കേണ്ട. അമ്മ എന്തേലും പരിഹാരം കാണാൻ നോക്കാം.
മോളെന്നാ ചെല്ല്. ഇവിടെ നടക്കാൻ എന്താ ഒരു വഴി? ആ ശാരദേ, ആ വസുന്ധരേ, പറയ്, എന്താ കാണണമെന്ന് പറഞ്ഞേ. ഓഹോ, അപ്പം അങ്ങനാണല്ലേ കാര്യം. ഇതിനൊരു വഴിയുണ്ട്. എന്താ? പറയാം. മോളെ. ആ എന്താ അമ്മേ? ദേ, ഈ പാല് കൊണ്ടുപോയി മോന് കൊടുക്ക്. ഇതിപ്പോ എന്താ അമ്മേ പാലൊക്കെ? അത് മോളെ, അവൻ ക്ഷീണിച്ചാ വന്നേ. ഇത് കുടിച്ച് അവന്റെ ക്ഷീണമൊക്കെ മാറട്ടെ. ശരി അമ്മേ. നിരഞ്ജ. ആ എന്താ? അത് പാല്. ഞാൻ പാല് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, അമ്മ തന്നതാ. നിരഞ്ജന തരാൻ പറഞ്ഞു. എനിക്കിപ്പോ പാലൊന്നും വേണ്ട. അല്ല, അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തു പറ്റി മോളെ? അവൻ കുടിച്ചില്ലേ? വേണ്ടാന്ന് പറഞ്ഞു അമ്മേ. അയ്യോ, അങ്ങനെ പറഞ്ഞ പറ്റില്ല. എന്താ അമ്മേ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. മോള് വാ, ഞാൻ കൊടുക്കാം അവന്. ഡാ, നീ എന്താ പാല് കുടിക്കാഞ്ഞേ? എനിക്ക് വേണ്ട അമ്മേ. അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ, ഇതങ്ങ് കുടിച്ചേ. അല്ല അമ്മേ, ഇപ്പൊ എന്തിനാ പാലൊക്കെ? എന്റെ മോനങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ഇതൊക്കെ കുടിച്ചങ്ങ് ആരോഗ്യം വെക്കട്ടെ. മനസ്സിന് ആരോഗ്യം ഉണ്ടല്ലേ അമ്മേ, ശരീരത്തത് കാണും. മനസ്സ് മരിച്ചാ പിന്നെ ഇതൊക്കെ കുടിച്ചിട്ട് എന്ത് കാര്യം? നീ ഇപ്പൊ അതൊന്നും പറയാതെ അങ്ങ് കുടിച്ചേ. കുടിക്ക്. ഈ അമ്മ. എന്നാ ശരി, മോള് വാതിലടച്ച് കിടന്നു. ഞാൻ ഈ ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് കിടന്നോളാം അമ്മേ. ഹാവോ, അവൻ അങ്ങനെ കുടിച്ചു. എൻ്റെ ദൈവങ്ങളെ, ശാരദ പറഞ്ഞ പോലെ എല്ലാം നടന്നാൽ മതിയായിരുന്നു. ഇനി അവളെ മാറ്റണം, അല്ലേലൊന്നും നടക്കുകയില്ല. ബാമേ. എന്താ അമ്മേ? അമ്മയ്ക്ക് നല്ല കാലുവേദന എടുക്കുന്നു. മോള് ചെന്ന് കുഴമ്പെടുത്തോണ്ട് വാ. എൻ്റെ മുടിയിലേക്ക് വന്ന് എൻ്റെ കാലൊന്ന് തിരുമ്മി. ശരി അമ്മേ. ഇതെന്താ എനിക്ക് പറ്റിയേ? കണ്ണൊക്കെ അടഞ്ഞു പോവാണല്ലോ. അവളിതെവിടെ പോയി? അവള് വന്ന് കിടന്നുറങ്ങിയാലേ എനിക്ക് എൻ്റെ മാമയുടെ അടുത്ത് പോകാൻ പറ്റൂ. ഇവളിതെവിടെ പോയി? മുഖം ഒന്ന് കഴുകാം. ബാമേ, നീ വന്നോ? നീ എവിടെ പോയിരിക്കുവായിരുന്നടി? ഞാൻ നിന്നെ എന്ത് മിസ് ചെയ്തെന്നറിയോ? നീ വാ പെണ്ണേ. നിരഞ്ജ. അമ്മേ, വേദന കുറവുണ്ടോ? ഏയ് ഇല്ല, നീ കുറച്ചുകൂടെ തിരുമ. എന്റെ ദൈവമേ, ഇപ്പൊ ഏട്ടൻ മുടിയിൽ വന്നു കാണും. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ ഫാമേ? ഏയ് ഒന്നുമില്ല അമ്മേ. എന്നാ തിരുമ. ഞാൻ നിന്നെ വിടാടി അങ്ങോട്ട്. ഇന്ന് അവരുടെ ദിവസം. നീ അതിൻ്റെ ഇടയിലേക്ക് ചെല്ലണ്ട. നീ ഇവിടെ ഇന്ന് എൻ്റെ കൂടെ നിൽക്കും. നിരഞ്ജ. ഡി മാറി കിടക്കടി. അയ്യോ, ഞാനെന്നലെ ഇവിടെ ആണോ കിടന്നേ? നിനക്കിവിടെ കിടന്ന എന്താ? ഏയ് ഒന്നുമില്ലമ്മേ. ഞാനെന്നാ
പോയിക്കോട്ടെ. നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? പോണേ പോയിക്കൂടെ? ശരി അമ്മേ. ചെല്ലടി ചെല്ല്, ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അയ്യോ, ഏട്ടൻ ഇവിടെ ഇല്ല. പാവം, ഇന്നലെ വന്നിട്ട് പോയി കാണും. താങ്ക് യു നിരഞ്ജ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ നൈറ്റ്. ഐ ലവ് യു. അയ്യോ, നല്ല തലവേദന എടുക്കുന്നുണ്ടല്ലോ. നിരഞ്ജ, എന്താ പറ്റി? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഞാൻ ബാം എടുക്കണോ? ഏയ് വേണ്ട, എനിക്കൊരു ചൂട് ചായ കൊണ്ടുവരാൻ പറ്റുമോ? ദാ ഇപ്പൊ കൊണ്ടുവരാം. ആ മോളെ. അമ്മേ. എന്താ വിദ്യേ, മുഖത്തൊരു പ്രസാദിപ്പൊക്കെ? ഏയ് ഒന്നുമില്ല അമ്മേ. ആ അപ്പൊ പൊടിമരുന്നേറ്റു. അല്ല, നീ ഇപ്പൊ എങ്ങോട്ടാ? അതമ്മേ, നിരഞ്ജന് തലവേദന എടുക്കുന്നുണ്ടെന്ന്, അപ്പം ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ശരി, ചെല്ല്, പോയിട്ട് കൊടുക്ക്. അയ്യോ, ഏട്ടന് തലവേദനയോ? ഏട്ടാ. ആ ബാമേ. എന്തു പറ്റി ഏട്ടാ? ഏയ് ഒന്നുമില്ലടാ, ഒരു തലവേദന. അയ്യോ, ഞാൻ ബാം പുരട്ടി തരാം. ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ? നല്ല ആശ്വാസമുണ്ടോ? ആശ്വാസമുണ്ട്. നിരഞ്ജ, ദാ ചായ. ഷേ, ഈ മാറണ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ബാമേ, ബാമേ. ദാ അമ്മേ വരുന്നു. ഏട്ടാ, ഞാനങ്ങോട്ട്. ഇന്നാ നിരഞ്ജ ചായ. താങ്ക്സ്. ഡി, നിന്നോട് ആരോട് ചോദിച്ചിട്ടാ അവന്റെ റൂമിൽ കയറാൻ പറഞ്ഞേ? അതമ്മേ, ഞാൻ. നീ ഒന്നും പറയണ്ട, പോടി അകത്ത്. മോനെ, നീ ഓഫീസിൽ പോവാണോ? വൈകി പോവണ്ടടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ, ഞാൻ പോവാം. ഡാ, നിനക്കിത് എന്ത് പറ്റിയേ? ആകെ ഒരു ഗ്ലൂമിയാണല്ലോ. ഏയ് ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. ഞാൻ എന്നാ ഹാഫ് ഡേ ലീവ് എടുക്കുവാടാ. നീ എന്നാ പോയിക്കോ. ഡി ഫാമേ, ഞാൻ മോളെയും കൂടി ടൗൺ വരെ പോവാ. ഞാൻ വരുമ്പോഴേക്കും എല്ലാ പണിയും ചെയ്തു വെച്ചേക്കണം, കേട്ടല്ലോ? ശരി അമ്മേ. വാ മോളെ. അല്ല അമ്മേ, മാമ വരുന്നില്ലേ? അവൾക്കിതൊന്നും ഇഷ്ടമല്ല, നമുക്ക് പോവാം, നീ വാ. ഏട്ടാ. അവരൊക്കെ എവിടെ? അവര് ടൗൺ വരെ പോയി. അല്ല, ഏട്ടൻ എന്താ ഇത്ര നേരത്തെ? ഏട്ടന് വയ്യേ? തലവേദനയ്ക്ക് കുറവില്ലേ? കുറവുണ്ടടാ. നീ ഇങ്ങോട്ട് വന്നേ. എത്ര നാളെ നിന്റെ അടുത്തൊന്ന് ഇരുന്നിട്ട്. നിന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ വേദനകളെല്ലാം മാറും. ഏട്ടാ. സോറി ഏട്ടാ. എന്തിന്? ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. ഏട്ടൻ വന്നിട്ട് എപ്പോഴാ പോയേ? നീ എന്താ പറയുന്നേ? ഇന്നലെ അമ്മ എന്നെ കാല് തിരുമാൻ വിളിച്ചായിരുന്നു. പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. അവിടെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം നീ ഇന്നലെ? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എനിക്ക് നല്ല വേദന. ഞാനൊന്ന് പോയി കിടക്കട്ടെ. എന്തേലും വേണോ ഏട്ടാ? വേണ്ട, കുറച്ചു നേരം കിടന്നാൽ മാറിക്കോളും. ശരി. ദൈവമേ, അപ്പം ഇന്നലെ അത് ബാമയല്ലെങ്കിൽ പിന്നെ?
അമ്മേ. ആ മോനെ നകുലേ, ഇതെന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അതെന്താ അമ്മേ, എന്റെ വീട്ടിൽ എനിക്ക് പറഞ്ഞിട്ട് വരാൻ പറ്റത്തുള്ളൂ? അങ്ങനെ അല്ലടാ ഞാൻ പറഞ്ഞേ. ആ അതൊക്കെ പോട്ടെ, ഇതാരാ? ആ അത് മോനെ. അല്ല, ഏട്ടത്തി എന്തി? ഏട്ടത്തി, ഏട്ടത്തി, നകുലി, ഏട്ടത്തി, ഏട്ടത്തിക്ക് സുഖമാണോ? ആടാ, നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? കൊറേ നാളായില്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്, സോ ലീവ് എടുത്തു ഇങ്ങോട്ട് പോന്നു. അല്ല, ഏട്ടൻ എവിടെ? ആ, ഏട്ടൻ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ആഹാ, അല്ല ഏട്ടത്തി, അതാരാ വീട്ടിലൊരു പുതിയ അതിഥി? ആ, ആ, അത് അത് പിന്നെ ആ ഡാ നകുലേ, നീ വന്ന പാടെ ഇങ്ങനെ നിൽക്കാതെ പോയി കുളിപ്പിച്ചിട്ടൊക്കെ വാ, എന്നിട്ട് മതി ബാക്കി സംസാരം. ആ അത് ശരിയാ, എനിക്ക് വിശന്നിട്ട് വയ്യ. ഞാനെന്നാ പോയി കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും ടേബിളിലെല്ലാം റെഡിയാക്കി വെച്ചു. ആ നല്ല അടിപൊളി ഫുഡായിരുന്നു, വയറ് നിറഞ്ഞു. ഏയ് എഴുന്നേക്കല്ലേ, ഒരു കൂട്ടം കൂടിയുണ്ട്. മോളെ വിദ്യേ, അതങ്ങ് കൊണ്ടുവാ. ആഹാ, പായസമോ? അടിപൊളി, വാ, നല്ല ടേസ്റ്റ്. അല്ല, പായസൊക്കെ ഉണ്ടാക്കിയല്ലോ, എന്താ വിശേഷം? നീ വന്നതുകൊണ്ട് മോൾ ഉണ്ടാക്കിയതാ. ആഹാ, അല്ല, ഇതാരാന്ന് പറഞ്ഞില്ല ആരും? ആ, ആ, അത് മോനെ, ഇവള് നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ മോനെ. കുറച്ചു ദിവസം ഇവിടെ കാണും. ഓ അങ്ങനല്ലേ. അല്ല, ഏട്ടത്തി എവിടെ? ആ അവൾ എവിടെങ്കിലും കാണും. ഏ ഡാ നകുലേ, നീ എപ്പം വന്നു? രാവിലെ വന്നു ഏട്ടാ. മക്കളെ വാ, ഭക്ഷണം കഴിക്കാം. അല്ല, ഏട്ടത്തി എവിടെ? ഏട്ടത്തി, ഭാമേടത്തി, ആ, എന്താ നകുലേ? വാ ഇരിക്ക്. എത്ര നാളായി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട്. വാ ആ, അത് വാ, വന്ന് ഏട്ടന്റെ അടുത്ത് ഇരിക്ക്. വിദ്യേ, മോളും ഇരിക്കെ. ഉം, ശരി എന്നാ മോള് പോയി കിടന്നു. ശരി അമ്മേ. ഡീ, പാത്രം മുഴുവൻ കഴുകിയിട്ട് കിടന്നാ മതി. ആ, ഛേ, ഇതെന്താ ഏട്ടൻ വരാത്തെ? അമ്മേ, ഞാനെന്നാ പോവാ. ആ മോനെ, പോയിട്ട് വാ. ഏട്ടത്തി, നീ എഴുന്നേറ്റോ? ഇന്നാ ചായ. താങ്ക് യു. ഡീ, നിനക്ക് ഈ വർത്താനം പറയാനേ നേരമുള്ളോ? കഴിക്കാൻ വല്ലതും ഉണ്ടാക്ക്. അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഏട്ടത്തി എന്നോടല്ലേ സംസാരിച്ചേ? നീ നിന്റെ പണി നോക്കട ചേർത്താ, പോയി കുളിക്ക്. ഇവൻ ഇപ്പോഴും ഇവളുടെ അടുത്താണല്ലോ. ഇവൻ ഇങ്ങനെ നിന്നാ എൻ്റെ പ്ലാൻ ഒന്നും നടക്കില്ല. എന്തേലും ഒന്ന് ചെയ്യണം. അല്ല അമ്മ, ഏട്ടത്തി എവിടെ? കഴിക്കാൻ കണ്ടില്ല. നിനക്ക് ഏട്ടത്തി ഉണ്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളോ? വീട്ടില് ഒരാളെ കണ്ടില്ലേ ചോദിക്കാൻ പറ്റില്ല? നിനക്ക് വിശക്കുന്നുണ്ടെ കഴിച്ചിട്ട് പോ. അമ്മ എന്താ ഏട്ടാ ഇങ്ങനെ? ഡാ, നീ കഴിക്കുന്നില്ലേ? എനിക്ക് മതിയായി. ഇവനിത് എന്തു പറ്റി? ഏട്ടാ, എന്ത് പറ്റിയേ? ഏ ഒന്നുമില്ല ഭാമേ. ആ, മോൻ വന്നോ? അല്ല, നകുലെന്തി? ഓ, അവൻ ഏത് നേരവും ഇപ്പം അവളുടെ അടുത്തല്ലേ. ആരുടെ അടുത്ത്? പാമയുടെ. വേറെ ആരുടെയാ? ഓ, അവിടെയാണ്. അല്ല, ഈയിടെയായി ഞാൻ ശ്രദ്ധിക്കുന്നു അവളുടെ ഒരു കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ കണ്ട കാര്യവാ പറയുന്ന മോനെ. നേരത്തെ വരെ അവൾ എന്ത് അഭിനയമായിരുന്നു. കരച്ചിൽ മാത്രമല്ലേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദേ ഇപ്പം അവൻ വന്നപ്പം തൊട്ട് നിന്റെ കാര്യങ്ങളിൽ അവൾക്ക് ശ്രദ്ധയുണ്ടോ? പോട്ടെ, നിന്നോട് മിണ്ടാനേലും വരുന്നുണ്ടോ? ഇപ്പം
ഏത് സമയം നോക്കിയാലും നകുലിൻ്റെ അടുത്താ. ചിരിയും കളിയുമായിട്ടാണ് ഇപ്പം നടപ്പ്. ഇനിയിപ്പം നീ കെട്ടിയ സ്ഥിതിക്ക് അവൾക്കും വേറെ കെട്ടണമെന്നൊക്കെ ആയിരിക്കും. അമ്മേ നിർത്ത്, അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ കണ്ട കാര്യവാ പറഞ്ഞ മോനെ. നീ വേണേലൊന്ന് നോക്ക്, അപ്പം അറിയാം അവളുടെ തനി നിറം. എന്റെ പണി ഏൽക്കുന്നുണ്ട്. ഏട്ടത്തി, ഏട്ടത്തി, എന്താ കഴിക്കാൻ വരാഞ്ഞേ? ഏയ് എനിക്ക് വിശപ്പില്ലടാ. അതെന്താ, എന്തു പറ്റി ഏട്ടത്തി? എന്തേലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഇവനോട് പറയാ? ഏട്ടൻ ഇപ്പൊ എന്നോട് മിണ്ടാറ് പോലും ഇല്ലാന്ന്. എന്താ ഏട്ടത്തി? ഏയ് ഒന്നുമില്ലടാ, നീ പോയിക്കോ. പോയി കിടക്ക. ശരി, ഞാനെന്നാ പോവാ. അല്ല, ഇവൻ എന്തിനാ അവളുടെ റൂമിൽ ഇറങ്ങുന്നേ? അല്ല, നിങ്ങളെന്തിനാ എൻ്റെ ഏട്ടൻ്റെ റൂമിൽ കയറുന്നേ? അത് നിങ്ങൾക്ക് വേറെ റൂമില്ലേ? ഞാൻ എന്താ എന്താ ഇവിടെ? അല്ല അമ്മേ, ഇവളെന്തിനാ എൻ്റെ ഏട്ടൻ്റെ റൂമിൽ കയറുന്നേ? ഇവൾക്ക് വേറെ റൂമില്ലേ? അത് പിന്നെ മോനെ. എന്താ അമ്മയൊന്നും പറയാത്തേ? ഡാ, അമ്മ നിന്നോടൊരു കാര്യം പറയാം. പക്ഷേ മോനത് കേട്ട് പ്രശ്നം ഉണ്ടാക്കല്ല്. എന്താ അമ്മേ, കാര്യം തെളിയിച്ചു പറ. മോനെ, ഇത് വിദ്യ, നിന്റെ ഏട്ടത്തെ അമ്മയാ. എന്താ? അതെ മോനെ, നിരഞ്ജൻ കെട്ടിയ പെൺകുട്ടിയായത്. ഓ, അപ്പം ഞാൻ കേട്ടത് സത്യമായിരുന്നു അല്ലേ? നാട്ടുകാർ പറഞ്ഞപ്പം ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം ബോധിയായി. അമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു ഏട്ടനെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിക്കാൻ? അമ്മയ്ക്ക് ഏട്ടനെ കുറിച്ച് ഓർക്കാൻ മേലായിരുന്നോ? പോട്ടെ, ഏട്ടത്തെ കുറിച്ചെങ്കിലും ഓർക്കണമായിരുന്നു. ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ ഈ തീരുമാനം എടുത്തത്. മാത്രമല്ല, അവനിതിന് സമ്മതമായിരുന്നു. അതുകൊണ്ട് ഞാനിതങ്ങ് നടത്തി. അതിനിപ്പോ എന്താന്നോ? പാവം എൻ്റെ ഏട്ടത്തി, അതിനോട് ഈ ചതി അമ്മ ചെയ്യരുതായിരുന്നു. ആരോടും പറയാതെ ഈ കല്യാണം അമ്മ നടത്തി. എന്നോട് പോലും പറഞ്ഞില്ല. കാരണം ഞാൻ സമ്മതിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയാം. അതല്ലേ എന്നോടൊരു വാക്കുപോലും പറയാഞ്ഞത്. മോനെ, എൻ്റെ മക്കളുടെ നല്ലതിനു വേണ്ടി മാത്രമേ അമ്മ എന്തും ചെയ്യൂ. മക്കൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവരെ നോവിച്ചുകൊണ്ടാവരുത് അമ്മേ. മോനെ, അമ്മ ഇനി ഒന്നും പറയണ്ട. ഏട്ടനോട് പോലും എനിക്കിപ്പോ പുച്ഛം തോന്നുക. ഷേ, ഏട്ടത്തി എന്നാലും ഇതിന് സമ്മതിച്ചല്ലോ. നകുലെ, ഞാൻ അത് വേണ്ട, ഒന്നും പറയണ്ട. എന്താ ഇവിടെ? അല്ല, ഏട്ടൻ പുതിയ ആളെ കേട്ടിട്ട് എന്നെ പരിചയപ്പെടുത്തി പോലും ഇല്ലല്ലോ. നകുലേ, വേണ്ട ഏട്ടാ, ഏട്ടൻ ഇനിയൊന്നും പറയണ്ട. ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഏട്ടൻ എങ്ങനെ ഏട്ടത്തിയോട് ഇങ്ങനെ ചെയ്യാൻ തോന്നി? ആ പാവം എന്ത് തെറ്റ് ചെയ്തിട്ടാ? കുട്ടികളുണ്ടാത്തത് അത്ര വലിയ പാപമാണോ? അതിലുപരി ഏട്ടത്തി ഏട്ടനെ സ്നേഹിച്ചിരുന്നില്ലേ? നകുലേ, നീ കാര്യം അറിയാതെയാ സംസാരിക്കുന്നേ. ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാ? അറിഞ്ഞിടത്തോളം മതിയായി. ഷേ, എന്നാലും എന്റെ ഏട്ടൻ ഇങ്ങനെ ഒരാളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നകുലേ, വേണ്ട, മതി. ഏട്ടത്തി, നിങ്ങൾ ഇത്രയും പാവമായി പോയല്ലോ. ഡാ, നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ പറയുന്നേ. ഡാ, നിനക്ക് നിന്റെ ഏട്ടന്റെ വിഷമം എന്താണെന്നറിയില്ല. അറിയുമായിരുന്നേ നീ ഇങ്ങനെ പറയില്ല. എന്ത് വിഷമവാ ഏട്ടനുള്ളത്? ഒരച്ഛനാകാൻ പറ്റാത്തതിന്റെ വിഷമം എന്താന്ന് നിനക്ക് അറിഞ്ഞൂടാ. അതിന് നീ കെട്ടണം. ഓ, ഞാൻ കെട്ടിയാലും എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്നാ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയെ മറന്ന് വേറൊരുത്തെ കെട്ടില്ല. ഏട്ടത്തെ പോലെ അത്രയ്ക്ക് മനസ്സിലാത്തവനല്ല ഞാൻ. ഡാ, നിന്റെ ഏട്ടനെ കുറിച്ച് നീ ഇങ്ങനെയാണോ പറയണ്ടേ? നാട്ടുകാരുടെ പരിഹാസവും കുറ്റപ്പെടുത്തലും ഒന്നും കേട്ടിട്ടില്ലല്ലോ. അതൊക്കെ ഒറ്റയ്ക്ക് അനുഭവിച്ചതാ എന്റെ കുട്ടി. അമ്മ എന്തിനാ ഇവനോട് ഇതൊക്കെ പറയുന്നേ? ഇപ്പം അല്ലേലും അവന് എന്നെക്കാളും വലിയ സ്ഥാനമാണല്ലോ അവന്റെ ഏട്ടത്തിക്കുള്ളത്. ഇനി എന്റെ വിഷമങ്ങളൊക്കെ ഇവനോട് പറഞ്ഞിട്ട് എന്തിനാ?
കണ്ടോടാ, എന്റെ കുഞ്ഞിന്റെ സങ്കടം കണ്ടോ? നിനക്കതൊന്നും കാണാൻ കഴിയില്ലല്ലോ. നിനക്ക് ഇവളുടെ കാര്യത്തിലല്ലേ ശ്രദ്ധ. വന്നപ്പോ തൊട്ട് ഇവളുടെ അടുത്തുനിന്ന് നീ മാറിയിട്ടില്ലല്ലോ. ഇനി എന്ത് വിഷമാണോ ഇവള് നിനക്ക് തന്നത്? അമ്മേ, ഏട്ടത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. നീ എന്തിനാടാ അമ്മയുടെ അടുത്ത് ചൂടാകുന്നത്? അമ്മ പറയുന്നതിൽ എന്താ തെറ്റ്? നീ വന്നതിൽ പിന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാലും ഭാമയുടെ കൂടെ അല്ലേ നീ? ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഏട്ടനപ്പം അങ്ങനെയാണോ എന്നെയും ഏട്ടത്തെയും കുറിച്ച് ചിന്തിച്ചു വെച്ചേക്കുന്നേ? ഞാൻ കണ്ട കാര്യമേ പറഞ്ഞോളൂ നകിലേ. എന്ത് കണ്ടെന്ന്? ഷേ, നിങ്ങൾ ഇത്രയ്ക്ക് ചീപ്പായി പോയല്ലോ ഏട്ടാ. ഡാ, അവൻ മാത്രമല്ല, ഞാനും കണ്ടിട്ടുണ്ട് പലതും. ഓ, അപ്പം തിരികൊളുത്തി വിട്ടത് ഇവിടെ നിന്നാണല്ലേ? ആ, എന്നാ കേട്ടോ, നിങ്ങൾ കണ്ടതൊക്കെ ശരിയാ. നകുലേ, നീ എന്താ ഏട്ടാ? ഇനി എന്താ വേണ്ടേ? ഞാൻ ഏട്ടത്തെ കെട്ടണോ? കെട്ടാ. എന്തായാലും ഏട്ടനെ പോലെ വേറെ പെണ്ണിനെ കണ്ടാൽ പാതി വഴി കിട്ടിട്ട് പോവില്ല. ഞാൻ പൊന്നുപോലെ നോക്കും. ഡാ, ഏട്ടാ, ഏട്ടാ, വാമേ, മാറി നിൽക്ക് എന്റെ മുന്നീന്ന്. ഏട്ടാ, പ്ലീസ്, ഞാനൊന്ന് പറയുന്ന കേക്ക്, പ്ലീസ് ഏട്ടാ. എന്ത് കേൾക്കാൻ? അവൻ പറഞ്ഞല്ലോ, ഇനി നിനക്കും അവന്റെ കൂടെ കെട്ടിപ്പൊറുക്കാനാണെങ്കിൽ പൊക്കും. അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ബാമേ, മാറ്. ഇനി എനിക്ക് നിന്റെ മുഖം പോലും കാണില്ല. അത്രയ്ക്ക് വെറുപ്പ് എനിക്ക് നിന്നോട്. എന്റെ കൺമുമ്പിൽ പോലും നീ വന്നു പോകരുത്. ഏട്ടാ, ഏട്ടാ, ഞാനൊന്നും പറയട്ടെ. ഏട്ടാ, ഏട്ടാ. മതിയായാലോടി നിനക്ക്. എന്റെ മക്കളെ തിരിച്ചപ്പോ സമാധാനമായില്ലേ നിനക്ക്? അമ്മേ, ഞാൻ ഏട്ടത്തി, നകുലേ, എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ഏട്ടൻ അത്രയും നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതാ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞു. എന്നാലും എൻ്റെ ഏട്ടൻ ഇത്രയും മാറിപ്പോയല്ലോ. എനിക്കറിയാം നീ അതെന്തിനാ അങ്ങനൊക്കെ പറഞ്ഞെന്നു. സാരമില്ല. അമ്മ എന്തേലും പറഞ്ഞ് ഇനി ഏട്ടത്തെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഏട്ടത്തി ഇനി ഇവിടെ നിൽക്കണ്ട. ഇല്ല, ഞാൻ എന്റെ ഏട്ടനെ വിട്ട് എങ്ങും പോകില്ല. എനിക്ക് ഉറപ്പുണ്ട് ഏട്ടൻ എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. എനിക്കത് മാറ്റണം. അതിന് ഞാൻ ഇവിടെ ഉണ്ടാവണം. ഏട്ടത്തിട്ട് ഇഷ്ടം പോലെ. ഞാനെന്ന് ഇറങ്ങുമോ? ഞാനിനി ഇവിടെ നിന്ന ശരിയാവില്ല. നകുലേ, ഏട്ടത്തെ നോക്കിക്കോ. ഏട്ടൻ എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരു കാലം വരും. അന്ന് ഇതിനെക്കുറിച്ച് ഓർത്ത് ഏട്ടൻ ദുഃഖിക്കും. ഡീ, തൃപ്തിയായില്ലേ നിനക്ക്? എന്റെ മക്കളെ തമ്മിൽ തെറ്റിച്ചപ്പോ സമാധാനായില്ലേ? ഇനി ഇവിടെ എന്തിനാടി നിൽക്കുന്നേ? ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. അമ്മേ, ഇനി മേലാൽ എന്നെ ഇങ്ങനെ വിളിച്ചു പോകരുത്. ഞാൻ നിന്റെ അമ്മയല്ല. എന്റെ മോൻ ഇങ്ങനെ ഒരു ഭാര്യയില്ല. അമ്മേ, ഞാനൊന്ന് ഏട്ടനെ കണ്ടോട്ടെ. എന്നിട്ട് ഞാൻ എവിടെ വേണേലും പൊയ്ക്കോളാം. വേണ്ട, നീ ഇനി അവനെ കാണണ്ട. അവന് നിന്നെ കാണുന്നത് പോലും വെറുപ്പാ. അവൻ വരുന്നതിന് മുമ്പ് ഇവിടെ നിറങ്ങി പൊയ്ക്കോണം. അമ്മേ, അമ്മേ, പ്ലീസ് അമ്മേ, അമ്മേ. മോളെ, ബാമേ, എന്താ മോളെ? എന്താ പറ്റി? നീ എന്തിനാ കരയുന്നേ? എന്റെ ഭഗവാനെ, എന്റെ കുട്ടിക്ക് ഗതി വന്നല്ലോ. സാരമില്ല മോളെ, മോൾ അകത്തോട്ട് വാ. എന്താ ഇവളിവിടെ? സാവിത്രി മോള്. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. എല്ലാ കാര്യങ്ങളും എന്നെ വിളിച്ച് വസുന്ധര പറഞ്ഞു. എല്ലാം കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു. എന്നാലും നിനക്ക് എന്തിന്റെ സൂക്കേടായിട്ടാടി നീ ഇങ്ങനെ ചെയ്തേ? അമ്മായി, ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. സാവിത്രി, അവൾ ഇവിടെ ഇറക്കി വിട്ട, അവളെ ഇവിടെ ഇറക്കി വിട്ട അവൾ പിന്നെ എവിടെ പോകും? എങ്ങോട്ടേലും പോട്ടെ. ഒന്നാമത് ഇവിടെ 3 പേര് കഴിയുന്നത് ഒരു വിധത്തില. ഇനി ഇവളുടെ കൂടെ ചെലവ് ഞാൻ നോക്കണോ? അമ്മായി,
മോൾ അകത്തോട്ട് പൊക്കോ, ഞാൻ അവളോട് പറഞ്ഞോളാം. മോള് ചെല്ല്. ഓയ് സത്യഭാമേ, മാധവേട്ട, ആ നീ അവസാനം എൻ്റെ അടുത്ത് തന്നെ വന്നൂലേ. അവിടെ പോയിട്ട് നീ അങ്ങ് തടിച്ചിട്ടുണ്ടല്ലോ ഓടി പെണ്ണെ. ഏയ് നീ പേടിക്കണ്ട, നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല. നിന്നെ വിടാൻ ഞാൻ അനുവദിക്കില്ല. കുറച്ച് കഴിയട്ടെ, എനിക്ക് നിന്നെ വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പം ചേട്ടൻ പോയി കുളിക്കട്ടെ. എന്റെ ഭഗവാനെ, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ നരകിപ്പിക്കുന്നതിലും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊന്നൂടെ? മടുത്തു ഈ ജീവിതം. മോളെ, അമ്മാവ, ഞാൻ മോളുടെ കാര്യം പറഞ്ഞ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടീച്ചറിൻ്റെ ഒഴിവുണ്ട്. നാളെ ചെല്ലാനാ പറഞ്ഞേ. മോളിനി ഇങ്ങനെ ഇവിടെ ഇരിക്കണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. മോളിനി അതൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങണം. അമ്മാവ, ഞാൻ മോളിവിടെ നിന്ന് ശരിയാവില്ല. ഒരുറപ്പും ഇല്ലാതെ നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല. മാധവനെ നിനക്കറിയാലോ. ശരി അമ്മാവ. അകലയോ നീ അകലയോ, വിടതരാതെന്തേ പോയി നീ. ഒരു വാക്കിനും അകലെ നീ, എങ്കിലും അരികിൽ ഞാനെന്നും. മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ. അഴകേ വാ, അരികെ വാ, മലരേ വാ, തിരികെ വാ. ഡി അന്നമ്മേ, കൊച്ചുങ്ങൾ എഴുന്നേറ്റോ? ഓ, എവിടുന്ന്, രണ്ടും ഉറക്കവ. സ്റ്റീഫൻ എന്തിയേടി? ഇച്ചായൻ ജോണിന്റെ കൂടെ ജോഗിങ്ങിന് പോയി. എന്നാ നീ അങ്ങോട്ട് ചെന്ന് പിള്ളാരെ ഒരുക്ക്. ഇന്ന് അല്ലുമോളുടെ പാട്ടൊക്കെ ഉള്ളതല്ലേ? ആ, അവള് പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, എന്റെ കുടുംബയുടെ ഒരു കാര്യം. നീ എന്നാ അങ്ങോട്ട് ചെല്ല്. ശരി അമ്മേ. റീച്ചലേ, ചായ കൊണ്ടുവാ. ദാ വരുന്നിച്ചായ. ആരിത്? അപ്പച്ചന്റെ അല്ലുമോളാണോ? സ്കൂളിൽ പോവാണോ എന്റെ കുഞ്ഞ്? ആഹാ, നന്നായിട്ട് പാടണം കേട്ടോ. മോളെ, അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് വാ. ആ, ഇതാര്? അല്ലുമോള് ചുന്ദരിയായിട്ടുണ്ടല്ലോ. മിടുക്കിയായിട്ട് പാടണം കേട്ടോ. കുറുമ്പിയുടെ പപ്പ വിളിക്കുന്നു. ഇല്ല, ഞാൻ മിണ്ടൂല. ഞാൻ പപ്പയോട് പിണക്കവാ. മോളെ കാണാൻ പപ്പ വരാറില്ലല്ലോ. ഞാൻ പോവാ. വാ അന്നമ്മേ, നമുക്ക് പോവാം. വാ ചേട്ടായി. മോളെ നിക്ക്. ഇച്ചായ, ഞാനെന്നാ പോയേച്ചു വരാം. സൂക്ഷിച്ചു പോ. മമ്മ, ഫുഡ് എടുത്ത് വെച്ചു. രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോണം. എനിക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉള്ളതാ. മക്കള് ചെല്ല്. സർ, യെസ്, കമ്മിങ്. ഗുഡ് മോർണിംഗ് സർ. ഞാൻ സത്യഭാമ. ആ, സുകുമാരൻ എന്നോട് പറഞ്ഞായിരുന്നു. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ഇത്രയും നാളും എന്തേ ജോലി നോക്കിയില്ല? അത് പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോ തന്നെ കല്യാണം കഴിച്ചു. പിന്നെ ജോലിയൊന്നും നോക്കിയില്ല. ഓ, ഓക്കെ ഓക്കെ, ശരി. എന്നാ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നോളൂ. അതെ, ടീച്ചറിന് സ്റ്റാഫ് റൂം കാണിച്ചു കൊടുക്ക്. താങ്ക് യു സർ. ഓക്കെ സർ, വരൂ ടീച്ചറെ. ഇതാണ് സ്റ്റാഫ് റൂം. ആഹാ, ഇതാരാ? ഇതിന്ന് ജോയിൻ ചെയ്ത പുതിയ ടീച്ചറാ. ആഹാ, പേരെന്താ ടീച്ചറിന്റെ? സത്യഭാമ. ആ, മിത്ര ടീച്ചറെ, ദേ നമുക്കൊരു പുതിയ ടീച്ചർ വന്നിട്ടുണ്ട്.
ആഹാ, ആരാ ഇത്? ഏ, ബാമേ? ആ, മിത്ര? ആഹാ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ആഹാ, എന്നാ ടീച്ചറെ ഞാൻ ഓഡിറ്റോറിയത്തിലോട്ട് ചെല്ലട്ടെ. അവിടെ പരിപാടി തുടങ്ങി കാണും. നിങ്ങൾ സംസാരിച്ചിട്ടൊക്കെ വാ. ഡാ പറയടാ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? അല്ല, നിരഞ്ജൻ എന്ത് പറയുന്നു? സുഖാണോ? എന്താടാ, എന്താ പറ്റിയേ? പറയ്. ഇത്രയുണ്ടായിട്ട് നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ. ഇതിന്റെ ഒക്കെ ഇടയിൽ ഞാൻ നിന്നെ എങ്ങനെയാ വിളിക്കുക? നിരഞ്ജൻ എങ്ങനെ ഒക്കെ ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഏട്ടൻ അങ്ങനെ ചെയ്യില്ല. എന്റെ ഏട്ടൻ എന്നെ വിളിക്കും, എനിക്ക് ഉറപ്പാ. എന്തായാലും കഴിഞ്ഞതെല്ലാം നീ മറക്ക്. ഇനി അതൊന്നും ഓർക്കണ്ട. ഇനി ഞാനില്ലേ നിന്റെ കൂടെ. അല്ല, അത് പോട്ടെ, നിനക്ക് എന്തുണ്ട് വിശേഷം? അമ്മയ്ക്കൊക്കെ സുഖമാണോ? അമ്മയും അച്ഛനൊക്കെ ചേട്ടന്റെ കൂടെ ഓസ്ട്രേലിയയിൽ പോയി. അപ്പൊ നീ എന്താ പോകാഞ്ഞേ? എനിക്ക് ഇവിടെ വിട്ടു പോകാൻ തോന്നിയില്ലടാ. എനിക്ക് ഇവിടെ ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുക. എന്തായാലും നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോവാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ ഫയലൊന്ന് വെക്കട്ടെ. മിത്ര, ആരെയും മോള്? ആ, ഇത് ജൂഹി. ആളൊരു മിടുക്കിയ, ഇവിടുത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണി. പക്ഷെ എന്ത് ചെയ്യാനാ ഭാമേ, വലിയ വീട്ടിലൊക്കെ ജനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തു പറ്റി? അവളുടെ അമ്മ മരിച്ചു പോയതാ, പാവം. ബെല്ലടിച്ചല്ലോ. നിന്റെ ക്ലാസ് അവിടെയാ, വാ അങ്ങോട്ട് പോവാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് മുതലേ നിങ്ങളെ പഠിപ്പിക്കാൻ പുതിയ ടീച്ചർ വരുവാണേ. ടീച്ചറെ പരിചയപ്പെടണ്ടേ? നീ നോക്കി, ഇതാണ് നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. ടീച്ചറിനെ എല്ലാരും പരിചയപ്പെടണം കേട്ടോ. ഞാനൊന്ന് അങ്ങോട്ട് പോവാം. ശരിടി. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഇതാ കുട്ടിയല്ലേ? ടീച്ചറെ കാണാൻ സുന്ദരിയാണല്ലോ. താങ്ക് യു. എന്റെ മക്കളെ കാണാനും ഭംഗിയാട്ടോ. ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. അപ്പം എല്ലാവരുടെയും പേര് പറഞ്ഞേ. ഹായ് ടീച്ചർ, എന്റെ പേര് ജൂഹി അലക്സാണ്ടർ. വൗ, നല്ല പേരാണല്ലോ. താങ്ക് യു ടീച്ചർ. യു ആർ വെൽക്കം. ബൈ ബൈ ടീച്ചർ. ബൈ. നാളെ കാണാവേ. ഓക്കേ. ബാമേ. മിത്ര, പോകുമല്ലേ? നീ എങ്ങനെയാ പോകുന്നേ? എനിക്ക് ഹോസ്റ്റലിലേക്ക് നടക്കാനുള്ള ദൂരവേ ഉള്ളൂ. ഇന്നെന്റെ ക്ലാസ്സിൽ പുതിയ ക്ലാസ് ടീച്ചർ വന്നു. എന്നിട്ട്
എനിക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമായി. കാണാൻ സുന്ദരിയാ. ഓ, എന്നെക്കാളും സുന്ദരിയാ? എന്താ ഇത്രമാത്രം ആലോചിക്കാൻ? ഒരു പൊടിക്ക് ടീച്ചർ കൂടുതൽ സുന്ദരിയാ. അമ്പടി കള്ളി. ടീച്ചറോട് സംസാരിക്കുമ്പോ എനിക്ക് അമ്മയുടെ മുഖം ഓർമ്മ വരും. അതെന്താ? അല്ല, മോൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയല്ലോ. അന്നമ്മേ, പപ്പ എപ്പോഴാ വരാ? പപ്പ മോൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓ, എന്റെ അല്ലുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് വിളിച്ചാലോ? ഹലോ പപ്പേ. അല്ലൂസേ, വേണ്ട, എന്നെ വിളിക്കണ്ട. പപ്പയോട് ഞാൻ പിണക്കവാ. എന്തിനാ അല്ലൂസേ പപ്പയോട് പിണങ്ങുന്നേ? പപ്പ എന്നെ കാണാൻ പോലും വരാറില്ലല്ലോ. പപ്പ എന്നെ മറന്നോ? അല്ലൂസിനെ മറക്കാനോ? പപ്പയ്ക്ക് അതിന് പറ്റുമോ? അല്ലൂസ് പപ്പയുടെ ജീവനല്ലേ. പിന്നെ എന്നാ പപ്പ അല്ലുവിനെ കാണാൻ വരാത്തെ? പപ്പയ്ക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേടാ. അത് കഴിഞ്ഞാ പപ്പ ഓടി വരില്ലേ എന്റെ അല്ലൂസിന്റെ അടുത്ത്. വേണ്ട, പപ്പ ഇനി വരണ്ട. എനിക്കിനി സംസാരിക്കാനേ വേറെ ആളെ കിട്ടി. വേറെ ആര്? എനിക്ക് എന്റെ ടീച്ചറുണ്ട്. ടീച്ചർ എന്നോട് ഒരുപാട് സംസാരിക്കും, കളിക്കും, കഥ പറഞ്ഞു തരും. എനിക്കിനി പപ്പ വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. പപ്പയ്ക്ക് അല്ലൂസ് അല്ലാതെ വേറെ ആരുണ്ട്? ദാ പപ്പ അല്ലൂസിനെ കാണാൻ ഉടനെ വരും. ശരിക്കും? ആ, ശരിക്കും. പപ്പ ഉടനെ വരുമല്ലോ. വലിയപ്പച്ചാ, പപ്പ വരുമെന്ന് പറഞ്ഞു. ആ സാമേ, ആ ചേട്ടത്തി. നീ ഉടനെ വരുവോ? നീ എത്രയാ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ കാണാൻ. വരും ചേട്ടത്തി. അല്ല, ഏത് ടീച്ചറെ കുറിച്ചാ പറഞ്ഞേ? മഞ്ജു ടീച്ചറാണോ? അല്ലടാ, അത് അവളുടെ പുതിയ ക്ലാസ് ടീച്ചറാ. ഇന്ന് വന്നേ ഉള്ളൂ. അവൾ ആ ടീച്ചറുമായിട്ട് കൂട്ടായി. ഓ, ആ, അവൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു ആ ടീച്ചറിനെ. എന്നാ ചേട്ടത്തി, ഞാൻ വെച്ചേക്കുവാ. ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അച്ഛന്മാരെയും അമ്മയും അച്ഛനെയൊക്കെ തിരക്കിന്ന് പറഞ്ഞേക്കണേ. ശരി. ആ, ആടെ ഞാൻ പറഞ്ഞേക്കാം. ശരി. ടീച്ചർ, ആ, ഇതാര്? ജൂഹി മോളോ? ടീച്ചറിനെ എന്നെ അല്ലൂന്ന് വിളിച്ചാ മതി. എന്നെ വീട്ടില് അല്ലൂന്നാ വിളിക്കാറ്. ആണോ? എനിക്കിഷ്ടമുള്ളവരൊക്കെ എന്നെ അല്ലൂന്ന് വിളിക്കുന്നതാ എനിക്കിഷ്ടം. ഓ, അപ്പം അല്ലൂസിന് എന്നെ ഇഷ്ടാണല്ലേ? ഒരുപാട് ഇഷ്ടമാ. എനിക്കും ഈ അല്ലൂസിനെ ഒരുപാട് ഇഷ്ടമാ. ഹായ്, പപ്പയും എന്നെ അല്ലൂസെന്നാ വിളിക്കുന്നേ. ആഹാ, എന്നിട്ട് പപ്പ എവിടെ? പപ്പ എന്റെ കൂടെ ഇല്ല, ജോലിക്ക് പോകും. എന്നെ കാണാൻ കൂടി വരാറില്ല. അയ്യോടാ, പപ്പ ജോലിയൊക്കെ കഴിഞ്ഞ് അല്ലൂസിനെ കാണാൻ വരൂട്ടോ. അതുവരെ ടീച്ചറിന്റെ കൂടെ കാണുമോ? അതിനെന്താ, ഞാൻ അല്ലൂസിന്റെ കൂടെ എന്നും കാണും. ഹായ്. അല്ലുമോൾ ഇന്ന് സ്കൂളിൽ പോകണ്ട കേട്ടോ. അതെന്താ? എനിക്ക് ടീച്ചറെ കാണണം. അയ്യോ, ഇന്ന് ടീച്ചറിനെ കാണണ്ട, നമുക്ക് നാളെ കാണാം. ഇന്ന് അല്ലുമോൾക്ക് ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട്. ഗിഫ്റ്റോ? അത് കാണണ്ടേ മോൾക്ക്? എന്നാ ഇന്ന് സ്കൂളിൽ പോകണ്ട കേട്ടോ. ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താടാ പാമേ, ഒരു ഉഷാറില്ലല്ലോ മുഖത്ത്? അല്ലൂസ് ഇന്ന് വന്നില്ല. ആഹാ, എനിക്ക് തോന്നി ജൂഹി വരാത്തത് കൊണ്ടാവും ഈ മുഖം വാടിയെന്ന്. നിങ്ങൾ എത്ര പെട്ടെന്ന് കൂട്ടായോ? അറിയില്ലടാ, അവളെ കാണുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത സ്നേഹം തോന്നും. ചിലപ്പം ഒരമ്മയാവാൻ കഴിയാത്ത എനിക്ക് ദൈവം തന്നത് അല്ലൂസിനെയെന്ന് എനിക്ക് തോന്നും. എന്നാ പിന്നെ നീ അല്ലൂസിന്റെ അമ്മയായിരിക്കും. ഓടി അവിടുന്ന്. അല്ല, അവളെന്താ ലീവ് എടുത്തേ? ആ, മോളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അല്ലൂസിന്റെ പപ്പ വരുന്ന ദിവസമാ. Roses, roses everywhere. Can I see my pretty flower right there? End of the night? Gotta go home? Getting late? Then let the beat kick in. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind. Hey, it's already Saturday. Come on, let me tell you what I got to say. Move your body, come move with mine. Let's come close together and groove your mind.
shake it, shake it, from North